കോള് റെക്കോർഡ് ചെയ്യുന്ന ഒന്നുകൊണ്ടല്ല, ഞാനും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളും ചെയ്തോളൂ കേട്ടോ. ആ ഞാനിപ്പോൾ ശരിട്ടോ. ഓക്കെ, ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ സഫയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ആ ആ ആ എൻ്റെ വീട് തിരൂരാണ്, മലപ്പുറം ജില്ലയിലാണ്. ആ എൻ്റെ ആ പേര് നിഷാൽ എന്നാണ്. എനിക്ക് ആ മേനാസിനെയും സഫിനെയും നന്നായിട്ട് അറിയുന്ന രണ്ട് വ്യക്തിയാണ് ഞാൻ. എന്തോ ഇവരുടെ തുടക്കം പ്രശ്നം മുതലേ ഞാൻ ഉണ്ടായതാണ്. ആ ആ ആ ഇവരെ തുടക്കം മുതലുള്ള പ്രശ്നങ്ങളൊന്ന് സോൾവ് ആക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടായതാണ്. ആ ആ ആ സത്യം പറഞ്ഞാൽ രണ്ടാളും തമ്മിലുള്ള ഫാമിലി ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അത് പോസ്റ്റ് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ എന്നോട് ചോദിച്ചൊന്ന് സംസാരിക്കുമോ, കാരണം എന്താ വെച്ചാൽ അത് പഴയൊരു വീഡിയോ അല്ലേ. അങ്ങനെ അതൊക്കെ കുത്തിപ്പൊക്കി എടുത്തിട്ട് ആ കുടുംബത്തിനെ ഇനി അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും ആക്കിയിട്ട് കുടുംബം നിങ്ങൾക്ക്. ഇല്ല, അങ്ങനെ ഒരു കുടുംബം ഇല്ലല്ലോ, അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നില്ലേ? അതെ, ഞാൻ മെഹനാസ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ എനിക്ക് വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ഞാനത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തെളിവായിട്ട് കാണിച്ചു തരാം. അല്ല, മെഹനാസായിട്ട് ഞാൻ അല്ല സംസാരിക്കുന്നില്ലേ? എന്റെ അടുത്ത് പറഞ്ഞാണ്, ഞാൻ അല്ല ചോദിച്ചായിരുന്നു. നിക്ക് അപ്പൊ മെഹനാസ് എന്നോട് പറഞ്ഞത് വീഡിയോ ചെയ്യാനാണ്. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. അവന് നോക്ക്, ഇവൾക്ക് വേണ്ടി അനുകൂലമായിട്ട് ആ സംശയം, ആ റെക്കോർഡ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ആ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ആ അല്ല, പറഞ്ഞോ. എടോ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ? വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ട്. ഡെഫിനറ്റ്ലി വീഡിയോ ഉണ്ട്. ആ ഡെഫിനറ്റ്ലി വീഡിയോ ഉണ്ട്. 101% എന്തെങ്കിലും വീഡിയോ ഉണ്ട്. വീഡിയോ ഇല്ലാണ്ട് ഞാൻ ഇൻസ്റ്റയിൽ അത്ര ധൈര്യമായിട്ട് പോയി. മെഹനാസ് പറയുന്ന പോലെ കളവല്ലല്ലോ. മെഹനാസ് പറയുന്ന കളവല്ല. എന്റെ ഉമ്മ കേട്ടില്ലേ? അവൾക്ക് വേണ്ടി സംസാരിച്ച ഞാൻ അവൾക്ക് വേണ്ടി തിരിയാനുള്ള പ്രധാന കാരണം, ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട നെറികെട്ട തന്തയില്ലാത്ത എന്ന് പറയാം അമ്മക്ക്, അങ്ങനെയുള്ള ഒരുത്തൻ അവന്റെ കൂടെ കൂടിയിട്ട് അവൾ ഇട്ട സ്റ്റോറി, എടാ നിശാല നിനക്കുള്ള ഞാൻ തരുന്നത് അന്ന് മുതൽ. അപ്പൊ ഖാദർ എടുത്തിട്ടിട്ടുണ്ട് എന്താ, സഫയുമായിട്ട് എനിക്ക് ലൈംഗികാസക്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ പറയും, മാന്യമായിട്ട് സംസാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞാൻ അവളുടെ ശത്രു ആവുമ്പോൾ ഇനി ഇതെന്ന് പോസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ ശേഷം അവള് പറയുന്നുണ്ട്, എൻ്റെ വൈഫിനാണ് ഇനി സഫ ഞാനോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ വൈഫിനോട് ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നെ പോലെയല്ല, ഭർത്താവിനെ മറച്ചു വെച്ച് കാമുകനെ ഒളിപ്പിക്കുന്ന ഒരു ടൈപ്പല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും വൈഫിനാരാ. എൻ്റെ വൈഫ് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇജ് കളിച്ചൊരു പരിപാടി ഉണ്ട്, എൻ്റെ പേര് എൻ്റെ ബയോയിൽ ചേർത്തത്. ഈ ആരെയാണ് ഈ പറയുന്നത്? എന്നെ പോലെ നെറികെട്ട പരിപാടി ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ശത്രുവായിട്ട് ആണ് ഏറ്റവും വലിയ കഷ്ടം. കാരണം എൻ്റെ എല്ലാ തെളിവുകളും പുറത്തു വിട്ടത് ഞാനാണ്. എനിക്ക് ഇനി ഇവിടെ പോയിട്ടോ, കളമശ്ശേരി പോയിട്ടോ, അല്ലെങ്കിൽ ആലുവ സൈബർ സെല്ലിൽ പോയിട്ടോ, ആലുവ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ വന്നോ, പിന്നെ എൻ്റെ പേരിൽ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്ത് രജിസ്റ്റർ ആയി. ഇപ്പൊ രണ്ടാമതൊരു കംപ്ലൈന്റ് കൂടി കൊടുത്തു. ഏത്? ഈ കൊലപാതകം മറച്ചു വെച്ചിട്ട് എനിക്ക് എല്ലാം കൊണ്ടും എന്നെ ഖാദർക്ക ലോക്കാക്കി. അങ്ങനെ തന്നെ പറയാം. ഖാദർ പറയുന്ന അതേ നുണകൾ പോയിട്ട് ഈ പോയി പാടാൻ തുടങ്ങി. ഖാദർ തുറന്നു പറയുന്നുണ്ടല്ലോ, ഖാദർ സഫയുമായിട്ടുള്ള ഇന്റർവ്യൂ വെക്കുന്നു. ഇപ്പൊ തന്നെ അത് മനസ്സിലായിക്കോട്ടെ. ഖാദറിന്റെ അടുത്ത് കൂടെ എന്ന് പറഞ്ഞ മെസ്സേജ് ഇതാ. അപ്പൊ ഖാദറിന്റെ കൂടെ കൂടിയിട്ട് ഒരുത്തരെ ഇല്ലാണ്ടാക്കാൻ നുണകൾ പ്രചരിപ്പിച്ച് എത്ര ഈ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്നും നിലനിൽക്കൂല. സത്യം പറഞ്ഞാൽ അനക്കുള്ള ലോക്ക് ഈ തന്നെ ഉണ്ടാക്കി. കാരണം കൊലപാതകം ചെയ്യുന്നതിനെക്കാട്ടി അതേപോലത്തെ കുറ്റം തന്നെയാണ് ഇത്രയും കാലം മറച്ചു വെച്ചതിന്. ഇനി അങ്ങനെ ഒരു സത്യം ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലും എന്റെ പേരിൽ കേസ്. സത്യം പറഞ്ഞാൽ തലങ്ങും വെല്ലങ്ങും ലോക്ക. ഞാൻ പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ലോകസഭ. ഞാൻ എൻ്റെ ശത്രു ആയിരുന്നില്ല. ഈ ഖാദറിന്റെ കൂടെ കൂടിയിട്ട് എന്നെ എൻ്റെ ശത്രുതയിലേക്ക് വിളിച്ചു വരുത്തുക ചെയ്ത്. ഇനി ഇതിനെക്കാട്ടി വലിയൊരു തെളിവ് വരാനുണ്ട് സഫ. തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നുണ്ടായ പ്രശ്നം, ആ ലല്ലു പോലീസ് സ്റ്റേഷനിൽ അടക്കം വന്ന അതിന്റെ CCTV തീർച്ചയായിട്ടും ഞാൻ പുറത്തിടും. ഇനി ഞാൻ ആരെ വെച്ച് എന്നെ പ്രഷർ ചെയ്യിപ്പിച്ചാലും തീർച്ചയായിട്ടും 2 days. കാരണം നോമ്പായതുകൊണ്ട് ആ ബേക്കറി ഓഫാണ്. നോമ്പ് 3 ദിവസം കഴിഞ്ഞാൽ അതിന്റെ വർക്കിന് വേണ്ടി തുറക്കുന്നു മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവിടുന്ന് ആ CCTV എടുത്തിട്ട് ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇടും. എന്നിട്ട് പറയാം ലല്ലുവുമായിട്ട് എനിക്ക് ബന്ധമില്ലാന്ന്. ലല്ലുവിന്റെ ജഡ്ഡി വരെ തിരുമ്പി കൊടുത്ത അനക്ക് ലല്ലുവുമായിട്ട് ബന്ധമില്ലാന്ന് എനിക്ക് അങ്ങനെ പറയാം. പിന്നെ ഖാദറെ, എനിക്ക് എന്നോടൊരു കാര്യം പറയണേ, എനിക്ക് ഈ ഓടിയ വണ്ടി സ്റ്റെപ്പിന് മാറ്റി ഉപയോഗിക്കുന്ന പരിപാടിയില്ല. അത് അനക്കാണുള്ളത്. അതുകൊണ്ടാണ് ഈ കൂട്ടുകാരന്റെ ഭാര്യന്റെ പാവാടൊക്കെ പൊക്കാൻ പോയത്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ഇതുപോലത്തെ ഓടിയ വണ്ടിന്റെ പിന്നാലെ പോയിട്ട് സ്റ്റെപ്പിന് മാറ്റി പിന്നെയും റീയൂസ് ചെയ്യുന്ന ഒരു പരിപാടി എനിക്കില്ല. മനസ്സിലായി? ഈ സഫനെ വെച്ച് എന്ത് നെറികേട് കളിച്ചാലും സഫ ചെയ്ത എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അത് ഭദ്രമായിട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷൻ പോകുമ്പോഴല്ലേ, അപ്പൊ പോലീസിനോട് ഞാൻ ചോദിച്ചുകൊണ്ട്, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പോലീസിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്, ഓക്കെ, ഇനി ഖാദറിന്റെ കൂടെ കൂടിയിട്ട് ഇനി എനിക്കെതിരെ എന്ത് പറയാം? കാരണം ഇതുവരെ ഞാൻ എന്നോട് മാന്യമായിട്ട് പെരുമാറിയ ഇതുവരെ ഒരു വൃത്തികേട് മോശമായിട്ട് ഒരു വാക്ക് പോലും പറയാത്ത ഞാൻ
എന്നെ ഈ മോശക്കാരനാക്കാൻ ഖാദറിന്റെ എച്ചിൽ നിന്ന് കണ്ട് എനിക്കെതിരെ കുറയ്ക്കാൻ നിൽക്കുമ്പോ സഫ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഖാദറിനെ ഞാൻ ഇങ്ങനെ വട്ടം ചുറ്റി വെള്ളം കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒന്നും എനിക്കൊന്നുമല്ല. മനസ്സിലായ? 5 വ്യാജ പീഡന പരാതികൾ കൊണ്ടുവന്നില്ലേ, 4 എണ്ണം അണ്ണാക്കിൽ അടിച്ചിട്ടും 1 സ്റ്റേ ഓർഡറും വാങ്ങിയിട്ട് നിൽക്കുന്ന എനിക്ക്, അവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത എനിക്ക് ഈ സഫ ഈ ഒന്നുമല്ല. അതും കൂടി മനസ്സിലാക്കുക. അവന്റെ പിൻബലത്തില്, അവന്റെ വേസ്റ്റ് തിന്ന പിൻബലത്തില് എന്നോട് കുരക്കാൻ വരുമ്പോ സഫ ഇത് നിശാലാണ്, മെഹനാസ് അല്ല. ശരിക്കും ആലോചിച്ചു വെച്ചോ കേട്ടോ. ഇജെന്റെ ഭാര്യനോട് എന്തോ പറയുന്നത്, എനിക്ക് എന്റെ ഭാര്യനോട് എന്താ പറയാ, പോയി പറയാം. എന്റെ നമ്പർ എന്റെ അടുത്തുണ്ടല്ലോ, എന്റെ ഭാര്യക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, പോയി പറയടി. എന്റെ ഭാര്യനോട് ഈ എന്റെ ഭർത്താവിനെ മറച്ചു വെക്കുന്ന പോലെ എനിക്ക് ഒരു കാര്യം മറച്ചു വെക്കാനില്ല. അല്ല, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോയിട്ട് ചെയ്യും. ഓക്കെ.